ഹല്ലേലൂയ. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വാക്യത്തിലെ 4-ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് കൊണ്ട് തീരുകയത്. സ്തോത്രം. അപ്പോൾ ഇതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു പക്ഷേ തീർന്നില്ലെങ്കിൽ ഒരു എപ്പിസോഡ് കൂടി കണ്ടേക്കാം. ഞാനങ്ങനെ തീർന്നു എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷയം ഹൃദയത്തിൽ ശക്തമായിട്ട് കർത്താവ് തന്നു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് കൂടി ആകും, 1-2 എപ്പിസോഡൊക്കെ ആയെന്നൊക്കെ വരാം. അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ കേൾക്കുക. ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ഉപദേശം കിട്ടും 4 അവസ്ഥയിൽ വരണം. വിശ്വാസത്തിൽ, ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമുദായ പ്രായത്തിന്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണം. പലർക്കും പല തട്ടിലായാൽ നടക്കില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാന ശുദ്ധി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനുമാകുന്നു. ആ 14-ാം വാക്യം ശ്രദ്ധിക്കണേ. ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാക്യമാണ്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ ഉഭയത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തൊക്കൊണ്ട് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ഉപദേശം കേട്ട് ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേട്ട് സഭ വളരുന്നില്ലെങ്കിൽ സഭയ്ക്ക് എന്തോ പറ്റും? മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും, ആ മനുഷ്യൻ എന്നുള്ള സ്ഥാനത്ത് പാസ്റ്റർ എന്ന് എഴുതി വായിച്ചോണം. പാസ്റ്ററുടെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കും. ശിശുക്കൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 13-11 വാക്യം. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ, അതിൻ്റെ 3-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ എത്ര മനോഹരമായ നിലയിൽ പൗലോസ് പഠിപ്പിച്ചിരിക്കുക. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് ജഡീകന്മാരോട് പോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്താ കാര്യം? അവർ ശിശുക്കളാണ്. അപ്പം ശിശു ജഡീകന്മാരാണ്. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, 5.5 വയസ്സ്, പക്ക ശിശുവാണ്. അവൻ്റെ സംസാരവും അവൻ്റെ പ്രവൃത്തികളും എല്ലാം ശൈശവമാണ്. അവൻ ഞങ്ങൾ വഴക്ക് പറയുകയും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കുകയും തല്ലൊക്കെ കൊടുക്കുകയും ചെയ്ത് നേരെയാക്കിക്കൊണ്ടിരിക്കുക. ബാലൻ്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയുന്നു. ബാലശിക്ഷ ഉള്ളതാ. ഈ പെറ്റുകൂട്ടിയ അമ്മയ്ക്കും അപ്പനൊന്നും ഇതൊന്നും അറിയത്തില്ല. അവരിങ്ങനെ വാങ്ങി തിന്നാൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത ചപ്പൻ ചവറുമൊക്കെ. ഈ ഉപദേശമൊന്നും കൊടുക്കത്തുമില്ല. കാരണം എല്ലാം കുരുടന്മാരായി പോയി. പറഞ്ഞിട്ട് എന്താ കാര്യം? കുരുടനെ വഴി കാട്ടിക്കൊണ്ടിരിക്കുകയാന്നേ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത്. ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നതയെ കിടക്ക പുതിയ നിയമസഭ. ദാറ്റ് ഈസ് ലവോദിക്യ. പറഞ്ഞാൽ ആരും ഒട്ട് അംഗീകരിച്ചു തരത്തില്ല. എന്നാൽ യാഥാർത്ഥ്യം അതാ. വചനം അങ്ങനെയാ പറയുന്നേ. അപ്പോ ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളാരോടെന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. കണ്ടോ, ശൈശവാവസ്ഥയിൽ കിടക്കുമ്പോൾ ജഡീകന്മാരായി പോവും. ജഡത്താൽ നടത്തപ്പെടുന്നവർ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാകത്തില്ല. നിങ്ങളുടെ ഈ ഈർഷ്യയും പടക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ അപ്പൊലോസിന്റെ പക്ഷക്കാരനെന്നും എന്ന് പറയുന്നുവോ? നിങ്ങൾ സാധാരണ മനുഷ്യർ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസാർ, പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശിശുവന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ബഹുമാനപ്പെട്ട റവറന്റെ ഡോക്ടറെ, നീ നട്ടു, നീ നനച്ചു, ഒരു ഗുണവുമില്ല. നീ ഏതുമില്ലെന്ന് പൗലൂസ് പറഞ്ഞെങ്കിൽ പൗലൂസിനെക്കാളും വലിയ ശൂരന്മാർ ഇന്ന് ലോകത്തുണ്ടോ? അങ്ങനെയെങ്കിലും ഒന്ന് കാണട്ടെ. ആരുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന സർവശക്തനായ ദൈവം. സ്തോത്രം. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തൻ താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. ഇവിടെ ഈ ഭാഗം പറയുമ്പോൾ ഒരു ഭാഗം കൂടി വായിക്കാൻ താല്പര്യമുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ
പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും ഞാൻ അപ്പൊലോസിൻ്റെ പക്ഷക്കാരനെന്നും ക്ലേവയുടെ പക്ഷക്കാരനെന്നും ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനെന്നും എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അവരെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക. ഞങ്ങൾ ആരും ഒന്നും അല്ലെന്ന് സമ്മതിക്കുക. ബഹുമാനപ്പെട്ട റവറന്റ് പട്ടം കെട്ടി നടക്കുന്ന പാസ്റ്റർമാരെ, റവറന്റുമാരെ, ഡോക്ടർമാരെ, സ്കോളേഴ്സേ, നിങ്ങളോട് ഞാൻ പറയുക, ഈ പട്ടമൊക്കെ ആനപ്പട്ടം അഴിച്ചു വെക്കുന്നവരെ അഴിച്ചു വെച്ചിട്ട് മുഴങ്കാലം അടക്കിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളുടെ ശുശ്രൂഷ ചെയ്യും. ബുദ്ധിയുടെ പ്രമാണങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെയ്. എൻ്റെ വചനമല്ല പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. പരിശുദ്ധാത്മാവിൽ വേണം ദൈവവചനം സംസാരിക്കാൻ. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ വേണം നമ്മൾ സംസാരിക്കാൻ. ഞാനിപ്പോൾ ഈ ലേഖനോട് സംസാരിക്കും ഏതെല്ലാം വചനഭാഗത്തിലൂടെ ഞാൻ പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും എല്ലാം മനസ്സിലാക്കണം. നമ്മൾ അപ്പൊല്ലോസിൻ്റെ പക്ഷം പിടിച്ച് പാസ്റ്ററുടെ പക്ഷം, സെക്രട്ടറിയുടെ പക്ഷം, അമ്മാമ്മയുടെ പക്ഷം, കാശുള്ള അച്ചായൻ്റെ പക്ഷം, ഇത് സഭയുടെ അതല്ലേ നടക്കുന്നേ. എന്നിട്ട് എല്ലാം കൂടി കിടന്ന് തല്ലും കൂടി കൺവെൻഷൻ നടത്തിയിട്ട് വഴക്കും ഉണ്ടാക്കി അടിയും മുടിച്ച് തലയും പൊട്ടിച്ച് അവസാനം കോടതിയിൽ രക്ഷിക്കപ്പെട്ട വക്കീലിനെ കൊണ്ട്, അന്യഭാഷ പറയുന്ന വക്കീലിനെ കൊണ്ട് കേസും പറയാൻ പോവുക. എത്ര നാണം കെട്ട പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ വിദേശത്ത് നിന്ന് പ്രസംഗിക്കാൻ തോന്നുന്നു. പൂട്ടുപൊളിക്കാൻ വേണ്ടി 3-4 പാസ്റ്റർമാർ സ്വോത്രം പറഞ്ഞുകൊണ്ട് പോകുന്നു. പൂട്ടുപൊളിക്കാൻ ആട്ടിച്ച് പൊളിച്ച് പോലീസ് നിപ്പുണ്ടെന്നൊക്കെയാണ് തോന്നുന്നു, എനിക്കറിയില്ലത്. പക്ഷെ ആ പാസ്റ്റർ പറഞ്ഞു, ഹേ ദുഷ്ടന്മാരെ, നിങ്ങൾ ആരാ ശൂഷന്മാരാക്കിയത്? പുള്ളി ചോദിക്കുക, ഞാനല്ല. ഞാൻ ആ പദം ഉപയോഗിക്കുന്നതിൽ എനിക്ക് പേടിയാണ്. അതിൽ ഒരു പാസ്റ്ററായി പോയില്ല, എങ്ങനെ വിളിക്കും? ദുഷ്ടസഭയെന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത് ഒത്തു, ശരിയാ. അത് ദുഷ്ടസഭ, ഇത് ദുഷ്ടന്മാരാ. കാരണം എന്താ? ഹോളിൻ്റെ തല്ലിപ്പൊളിക്കുക. എതിർ വിശ്വാസികളെ വന്ന് പൂട്ടിയിട്ടായിരിക്കാം. ശാന്തമായിട്ട് പോയി പറഞ്ഞ് ചാവി മേടിച്ച് തുറക്കാൻ തല്ലി പൊട്ടിക്കുക. അപ്പൊ ഇവരെപ്പോലുള്ള അഹങ്കാരികൾ ലോകത്ത് വേറെ ഉണ്ടോ? പാസം മാറാൻ ചമഞ്ഞ് കിടക്കുക. ഇവരേത് ഗ്രൂപ്പിൽപ്പെട്ടവരാ? ഞാൻ നേരത്തെ വായിച്ചില്ലേ, 2 തിമോഥെയോസ് 3:1-5 വരെയുള്ള ഗ്രൂപ്പിൽ കിടക്കുക. ഉഗ്രന്മാര്. ഇവരെ സഭ ഭരിക്കുന്നേ. കോട കൊടുത്ത് വോട്ട് വാങ്ങി സഭ ഭരിക്കുന്നവന് എങ്ങനെ ശരിയാവും? രാഷ്ട്രീയത്തെക്കാൾ അതപ്പതിച്ചു പോയി നമ്മുടെ പുതിയ നിയമസഭയുടെ ലീഡർഷിപ്പ്. അഹരോൻ ലീഡർഷിപ്പ് എന്ന് പറയണം എല്ലാവരും, അല്ലെങ്കിൽ നിക്കോദിമോസ് ലീഡർഷിപ്പ് എന്ന് പറയണം. ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടും നീ ഒന്നും അറിയുന്നില്ല എന്ന് പറയും. ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഒരു വക അറിയത്തില്ല. പുതിയ സഭയുടെ പ്രമാണം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് ആർക്കും അറിയത്തില്ല. സ്നേഹത്തിലാണ് സഭ മുമ്പോട്ട് പോകേണ്ടത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. കടിച്ചു കീറുന്നതൊക്കെ നല്ലതാ, കീറിക്കഴിഞ്ഞിട്ട് പണിയെ കൂടി ചെയ്തോണം, പൊളിച്ചിട്ടിട്ട് പോകരുത്. സഭ പൊളിച്ചു കളയാ ചെയ്യുന്ന പലരും. പൊളിക്കുന്നതും സ്നേഹത്തിൽ പൊളിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. സ്നേഹത്തിൽ പണിയണം. പണിയുമ്പോൾ നമ്മളെ ദൈവം അവർ അംഗീകരിക്കും. അവർക്ക് അറിഞ്ഞൂടാത്ത മർമ്മം നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മളത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് സ്നേഹത്തിൽ പൊളിച്ചു കളഞ്ഞ് സ്നേഹത്തിൽ പണിയണം. കർത്താവിൻ്റെ പ്രമാണം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഒരുത്തൻ ചെന്ന് ചോദിച്ചല്ലോ, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നുള്ളത്. നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇത് നമുക്ക് ഏതുമില്ലയോ? ഞാൻ ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വന്ന് കൺക്ലൂഷനിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. അല്ല, എഫേസിലെ വാക്യം വായിച്ചില്ല. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാത്ത കൊണ്ട് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അല്ലെങ്കിൽ ശിശുക്കളായിരിക്കാതെ. അപ്പോൾ മനുഷ്യൻ്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം. തെറ്റിച്ച് കളയുന്ന പാസ്റ്റർമാർ, റവറന്റുമാർ, ഡോക്ടർമാർ കുടുങ്ങിപ്പോകാതെ വണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ശിശുക്കളായിരിക്കരുത്. ഉപദേശം പഠിച്ച് ശിശുക്കളാകണം. നിഷ്കളങ്കതയിലും സ്നേഹത്തിൽ ശിശുക്കളെ പോലെ ആകണം. നിങ്ങൾ തിരിച്ച് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ല. അത് നിഷ്കളങ്കതയിൽ, സ്തോത്രം, നിഷ്കളങ്ക സ്വഭാവത്തിൽ ശിശുക്കളാകണം. ആത്മീയമായ വളർച്ചയിൽ മുതിർന്നവരാകണം, ശിശുക്കളാകരുത്.
ശിശുവിനൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞുണ്ടല്ലോ, ഒന്നും അറിയത്തില്ല. പല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ശിശുവാണത്. അപ്പൊ ഇവര് പറഞ്ഞു എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. ശിശുവാണത്. ഈ പറയുന്നവർക്ക് മനസ്സിലാകത്തില്ലല്ലോ, പിന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഒരു ശിശുവിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ. അത് ശൈശവാവസ്ഥയിൽ കിടക്കുക, അത് വളർച്ച വരണം. എന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഉപദേശങ്ങൾ കേട്ട് പഠിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഓരോന്നും വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് നിങ്ങൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകണം, ആത്മീയ വർധന ഉണ്ടാകണം, ആത്മീയ നിറവുണ്ടാകണം. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകണം, ഒരു ആത്മീയ വർധന ഉണ്ടാകണം, ഒരു ആത്മീയ നിറവുണ്ടാകണം. അല്ലാതെ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ആ പേടി മാത്രമേ എനിക്കുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നരകത്തിൽ പോയി ഞാൻ വീണാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അധികം ഏറ്റുവാങ്ങിയാലും അധികം ശിക്ഷ കിട്ടും. ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയായിത്തീരും. ഇനി 16-ാമത്തെ വാക്യം, ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിന്റെ ഉദവിത്തോളം ഉദവിലയിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തലയായ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വളർച്ച പ്രാപിക്കുന്നു. ആ വാക്യം ഒന്നുകൂടി വായിക്കാൻ ഞാൻ, അതിന്റെ 16-ാം വാക്യം, ശരീരം മുഴുവനും യുക്തമായി ചേർന്നിരുന്നു. ഒരു ശരീരത്തോട് യുക്തമായി ചേർന്ന് തലയിരിക്കേണ്ട സ്ഥാനത്ത് തലയിരിക്കണം, കൈയിരിക്കേണ്ട സ്ഥാനത്ത് കൈയിരിക്കണം, കാലിരിക്കേണ്ട സ്ഥാനത്ത് കാലിരിക്കണം. ഇപ്പൊ ഈ രണ്ട് കണ്ണും ഈ നെറ്റിയുടെ നടുഭാഗത്ത് ഒരു കണ്ണ് വന്നിരുന്നാൽ എന്തായിരിക്കും ശരി? ഓടിപ്പോ ആൾക്കാർ പേടിച്ചിട്ട്. ഹല്ലേലൂയ. ഈ കൈയിരിക്കേണ്ട സ്ഥാനത്ത് രണ്ട് കാല് വന്നിരുന്നാലോ? അതുപോലെ സഭ വികൃതമായി കിടക്കാൻ തന്നെ. ഉപദേശമില്ലാതെ ദുരുപദേശം കയറി, അന്യതാ ഉപദേശം കയറി, കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടന്മാരും കയറി മേഞ്ഞ് സഭ മുഴുവൻ ദുരുപദേശത്തിൽ മുങ്ങിക്കിടക്കുക. അവയവങ്ങൾ മുഴുവൻ ഓർഡർ തെറ്റിയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നേ. തലയിരിക്കേണ്ട സ്ഥാനത്ത് തലയിരിക്കണം, കാലിരിക്കേണ്ട സ്ഥാനത്ത് കാലിരിക്കണം, കൈയിരിക്കേണ്ട സ്ഥാനത്ത് കാല്. ഒരു ശരീരത്തിന്റെ തലയും ശരീരങ്ങളും എത്ര മനോഹരമായ നിലയിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്ന ദൈവം. അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഓരോരുത്തരെ ഏൽപ്പിച്ച വിശേഷം ഓരോരുത്തരെ ചെയ്യുക, അതൊക്കെയാണ് അതിന്റെ വിഷയം. കൈ ചെയ്യേണ്ടത് കൈ, തല ചെയ്യേണ്ടത് തല, കൈ ചെയ്യേണ്ടത് കൈ, കാല് ചെയ്യേണ്ടത് കാല്. ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്തം പറയുക ഞാൻ കാല് കൊണ്ടെടുത്ത് കുടിക്കാന്ന് പറഞ്ഞാൽ ഊളം പാറ കൊണ്ടിടേണ്ടി വരും അവന്. അല്ല പിന്നെന്താ? ഇനിയിപ്പോ അതല്ലേ നടക്കുന്നേ. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് വിഭിന്നമായി നിൽക്കുന്ന വിശ്വാസികളെ ശുശ്രൂഷകന്മാർ, ദൈവകൃപയുള്ളവർ, പരിജ്ഞാനമുള്ളവർ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി കോഴിപ്പോര് നടത്തുന്ന പോലെ രണ്ടും വശത്തു നിന്ന് പോരടിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ നല്ല കറതീർന്ന ആത്മീയർ പ്രാർത്ഥിച്ച് ആ പോരാട്ടങ്ങളെ ശാസിച്ച് അവരെ ഒന്നിപ്പിച്ച് ദൈവസ്നേഹത്തിന്റെ കണ്ണിയിൽ ബന്ധിപ്പിക്കുന്നതല്ലേ ആത്മീക ശുശ്രൂഷ. അല്ലാതെ അവരൊരു വക്കീലിനെയും ഇവരൊരു വക്കീലിനെയും കൊണ്ട് കോടതി പോകുന്ന പൈശാചികമല്ലേ അത്? ഇന്ന് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. ഒരു പാസ്റ്ററിനെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പൊ വേറൊരു പാസ്റ്റർ പറയും ആ പുള്ളിയെ വിളിച്ചേക്കില്ല, അപകടമാണെന്ന്. കാരണം പുള്ളി സത്യം തുറന്നു പറയും. ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കും. അപ്പൊ അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറയണ്ടേ നന്നാകാൻ? ഞാൻ ചോദിക്കുക, സത്യം പറയണ്ടേ? സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ വിശ്വാസി നന്നാകുമോ? എന്താ ഇത് മനസ്സിലാകാത്തത്? മനസ്സിലാകാത്തെന്ന് എന്നോട് ചോദിക്കുക. കുരുടൻ എന്ത് കാണാനാ? കുരുടനും പിന്നെ ദരിദ്രനും നഗ്നനുമായിട്ട് കിടക്കുക ആത്മീകമായി. അവർക്കൊന്നും മനസ്സിലാകത്തില്ലെന്നേ. അതതിൻ്റെ കാര്യം. അതുകൊണ്ട് അത് പരിജ്ഞാനത്തോടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ എഫെസ്യർ 4:16, കൊലോസ്യർ 2 ഹല്ലേലൂയ, കൊലോസ്യർ 2:18-19 തലയെ മുറുകെ പിടിക്കാതെ ആരും വിരി തെറ്റിക്കരുത്. തലയാവിനിൽ നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഈ കൊരിന്ത ലേഖനത്തിലൊക്കെ അതേക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കൊരിന്ത ലേഖനത്തിൽ ഒരു അവയവങ്ങളെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായ നിലയിൽ അപ്പോസ്തലന്റെ ഉപദേശം പറയും. ഇതൊന്നും എടുത്ത് വായിച്ച് പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് സമയമില്ല. അവർ കാശുണ്ടാക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങനെ സഭ നന്നാകുമെന്ന എൻ്റെ ചിന്ത. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് വളരെ മനോഹരമായ നിലയിൽ ആ ഉപദേശം സ്തോത്രം സഭയെ പഠിപ്പിക്കുന്നുണ്ട്.
ഹല്ലേലൂയ. 12:14 മുതൽ. ശരീരം ഒരവയവമല്ല പലതത്രേ. ഞാൻ കയ്യല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ കാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നത്രേ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന്, തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾക്ക് അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനെ അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടമനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വരുന്നുവെങ്കിൽ മറ്റവയവങ്ങൾക്ക് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു. എത്ര മനോഹരമായിട്ടാണ് ആ ഭാഗം നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്ത് ഡയറിയിലിട്ട് വായിച്ച് പഠിച്ചോണം. ഇനി ശക്തമായി പറയുന്ന റോമാലേഖനം 12-ാം അധ്യായത്തിലെ ഒരു ഭാഗം കൂടി വായിക്കുന്നു. അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. ഒരു ശരീരത്തിൽ, റോമാലേഖനം 12:4 മുതൽ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പോൾ ഒരു അവയവത്തിന്, ഒരു വ്യക്തിക്ക് പ്രവചിക്കാനുള്ള വരം കിട്ടി. പ്രവചനം വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമുള്ള പ്രവചനം. അതെന്താണാവോ? വിശ്വാസത്തിൽ പ്രമാണത്തിനൊത്തവണ്ണമുള്ള പ്രവചനം. 1 കൊരിന്ത്യർ ലേഖനം 14:3 വായിച്ചേ, ഇവിടെയെന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14:3. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. പ്രവൃത്തി 15:32 വായിക്കാം. 15:32. പ്രവചനം എന്താണെന്ന് പുതിയ നിയമത്തിലെ വാക്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. 15:32 പ്രവൃത്തി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആകയാൽ യൂദയും ശീലാസും പ്രവാചകന്മാരാകയാൽ പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാരാ. പൗലോസും പത്രോസും പ്രവാചകന്മാരാ. യോഹന്നാനും യാക്കോബും പ്രവാചകന്മാരാ. സാംബാസോൽ പ്രവാചകനാണ്. പല വചനങ്ങളെ കൊണ്ട് നിങ്ങളെ ഉറപ്പിക്കുക, ക്രിസ്തുവിൽ ഉറപ്പിക്കുക. IPCയിൽ ഉറപ്പിക്കുകയല്ല, ഷാരോനിൽ ഉറപ്പിക്കുകയല്ല, ചർച്ച് ഓഫ് ഗോഡിൽ ഉറപ്പിക്കുകയല്ല, ദമന്തക്കോസിൽ ഉറപ്പിക്കുകയല്ല. ക്രിസ്തുവിൽ ഉറപ്പിക്കുക, ക്രിസ്തുവിൽ ഉറപ്പിക്കുക, ക്രിസ്തുവിൽ ഉറപ്പിക്കുക. ഇപ്പൊ എല്ലാവരും പ്രസ്ഥാനത്തിൽ ഉറച്ചു കിടക്കുക. പണ്ടൊരു പാസ്റ്റർ പറയും, ഞാൻ ഇന്ന പ്രസ്ഥാനക്കാരായിരിക്കുന്നുള്ളിൽ അഭിമാനിക്കുന്നു. ലജ്ജിക്കണം പാസ്റ്ററെ നിങ്ങൾ. കാരണം ആ പുള്ളി പറഞ്ഞ പ്രസ്ഥാനം ചീഞ്ഞ് നാറുന്നൊരു പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ലജ്ജിക്കണം നിങ്ങൾ. തല നിലത്ത് മുട്ടിക്കണം. കോടതിയും കേസും വഴക്കും ആയിട്ട് നടക്കുന്ന നിങ്ങൾ എന്നാ പ്രശംസിക്കാനാ? പ്രശംസിക്കുന്നതിൽ കർത്താവിൽ പ്രശംസിക്കേ. ഞാനൊരു പാപിയായിരുന്നു, കർത്താവിനെ രക്ഷിച്ചു. കർത്താവിൽ എല്ലാം ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് കിടക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണം. കർത്താവ് വരാറായി, നമുക്ക് പോണം. ഞാൻ പിന്നെയും തന്നെയും പറയുന്നു, ഒരു പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് കണ്ടു എന്ന് വരികയില്ല. ഞാനൊരു മീറ്റിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്.
എല്ലാവരും കൂടി എൻ്റെ വാട്സപ്പിലുള്ള എല്ലാവരും കൂടി കൂട്ടി വരുത്തി ഒരു മെസ്സേജും അല്ല ഒരു 2-3 ദിവസത്തെ മീറ്റിങ്ങും ഒരു പ്രാർത്ഥനയും കൂട്ടായ്മ എല്ലാം കൂടി നടത്തണം വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഇല്ല അതിനു മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനു മുമ്പ് കർത്താവ് വരുന്നെങ്കിൽ അങ്ങനെ. എന്ത് വന്നാലും സന്തോഷം. പണ്ട് പാട്ടുകാരൻ പാടിയില്ല, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ ഞാൻ യാത്ര ചെയ്യും. അമാവാസിയിലും പൗർണമാസിയിലും കാഹളമൂതുവിൻ. സന്തോഷമോ കഷ്ടതയോ ബുദ്ധിമുട്ടോ ഞെരുക്കുമോ എന്ത് വന്നാലും സന്തോഷം. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. കുറെ പണം കിട്ടുമ്പോൾ നമ്മുടെ മക്കളൊക്കെ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ആയിരിക്കുമ്പോൾ തലയറിഞ്ഞ് കരഞ്ഞോണം കിടന്ന്. പണ്ടൊരു ഭക്തൻ പറഞ്ഞ പോലെ മോർ ലഗേജ് വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ലെസ് ലഗേജ് കുഴപ്പമില്ല, ഇടുക്കും അതിലൂടെ പോവാം, ഇടുക്കും അതിലൂടെ പോകാമെന്ന്. ഒരാൾക്ക് മാത്രം പോകാൻ വഴിയുള്ള ഒരു വഴിയെ കൂടി കയ്യിലൊരു 56 ഇഞ്ചിൻ്റെ ടി വിയും പിന്നെ വേറെ കുറേ ഉപകരണങ്ങൾ, കുറേ ലാപ്ടോപ്പും കുറച്ച് മൊബൈൽ ഫോണും ഇതെല്ലാം കൂടി കെട്ടിപ്പറക്കി ഒരാൾക്ക് പോകുന്ന വഴി കൂടി പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇടുക്ക് വഴിയാണ്. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. എന്ന് വെച്ച് മൊബൈൽ മേടിക്കേണ്ടെന്നോ ഫാൻ മേടിക്കേണ്ടെന്നോ ഫ്രിഡ്ജ് മേടിക്കേണ്ടോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ഭൗതികമായി വാരിക്കോരി കൂട്ടി ഭൗതികം വർദ്ധിച്ചു വരുമ്പോൾ ഇടുങ്ങിയ വഴിയിലൂടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഉള്ള വഴിയിൽ കൂടി സ്വർഗത്ത് ചെന്നെത്താൻ പറ്റത്തില്ല. കാരണം പ്രവൃത്തി പുസ്തകത്തിൽ ലൂക്കോസ് എഴുതി വെച്ചത് ഇങ്ങനെ, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടതകളാകുന്ന ഞെരുക്കങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ സ്വർഗരാജ്യത്തിൽ പോകാനാണ് കർത്താവ് അപ്പോസ്തലന്മാരെ ഉപദേശം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പെന്തക്കോസുകാരെ ഇനിയെങ്കിലും മനസ്സിലാക്ക്. നിന്റെ സമൃദ്ധി നിന്നെ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ച് സമൃദ്ധിയുള്ളവരെല്ലാം നരകത്തിൽ പോകുമെന്നല്ല. ആ പണം അവർ ദൈവഹിതപ്രകാരം വിനിയോഗിക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. സക്കായി ചെയ്തത് അതാ. ഒരു മനുഷ്യൻ പറഞ്ഞില്ല സക്കായിയോട് നിന്റെ സ്വത്ത് പകുതി അറുതൽ കൊടുക്കാൻ. കർത്താവിൻ്റെ സാന്നിധ്യം, യേശു കർത്താവിൻ്റെ ഹോളി പ്രസൻസ് അവന് പാപബോധം വരുത്തി. അവൻ്റെ ധനം തടസ്സമാണെന്ന് അവൻ ആത്മാവിൽ മനസ്സിലാക്കി. പകുതി ദരിദ്രർ കൊടുത്തു, വെട്ടിപ്പിടിച്ചത് മുഴുവൻ 4 മടങ്ങ് കൊടുത്തു. സക്കായിയുടെ എക്കണോമി ക്ലിയറായി. ആരെങ്കിലും ചെയ്യുമോ അത്? അറുത്ത് കൈക്ക് ഉപ്പ് വയ്ക്കാത്ത ആൾക്കാരായി നമ്മുടെ. എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒരു പാവം പിടിച്ച സഹോദരൻ ചെന്ന് കൊച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ധനാഢ്യനായ വിശ്വാസിയോട് കോടിക്കണക്കിന് സ്വത്ത് സമ്പാദിച്ചു വെച്ചേക്കുന്നവരോട് ചോദിച്ചപ്പോൾ ആ കോടീശ്വരനായ സഹോദരൻ പറയാണ്, എനിക്കെവിടെയാടാ കാശ്? പുള്ളിയുടെ കൈ കാശില്ല, വൈകി കിടപ്പുണ്ട് കുറേ. ഭാര്യ സമ്പാദിച്ചതും പുള്ളി സമ്പാദിച്ചതും മോനും മരുമോളും സമ്പാദിച്ച കൂടി കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. തോട്ടങ്ങളായി ഏക്കർ കണക്കിന് കിടപ്പുണ്ട്. ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കടക്കാർ തിന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ ഭൗതികത്തിലേക്ക് പോകരുത്, അതിനുവേണ്ടി പറയുക. വാരിക്കോരി കൂട്ടുന്നതിലല്ല അർത്ഥം. ദൈവവചനം വിഭാവന ചെയ്യുന്നത് വിശ്വാസത്തിലും സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി. ഹല്ലേലൂയ, സ്തോത്രം. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി. ഇതാ പുതിയ നിയമം വിഭാവന ചെയ്തത്. ആത്മീക സമ്പത്ത് നമ്മൾ പ്രാപിക്കുക. ദൈവകൃപയുടെ സമ്പത്ത് പ്രാപിക്കുക. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത പ്രാപിക്കുക. പ്രത്യാശയുടെ സമൃദ്ധി പ്രാപിക്കുക. സന്തോഷ സമൃദ്ധി പ്രാപിക്കുക. മക്കതോന്യ സഭ 2 കൊരിന്ത്യർ 8-ാം അധ്യായം കഷ്ടതയുടെ തീച്ചുളിലൂടെ പോയി അവർ സന്തോഷ സമൃദ്ധിയുള്ളവരായി. ഇന്ന് സഭകളെല്ലാം വളരെ സമൃദ്ധിയുള്ളവരാ. അവർ സ്പോൺസർ ചെയ്യുന്നു, അവർ ഒത്തിരി കുട്ടികളെടുത്ത് പഠിപ്പിക്കുന്നു, ഒത്തിരി സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ അല്ല അവർ ധനം സമ്പത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവര് ആത്മീക സമ്പത്തുണ്ടോ അവർക്ക്? ഈ കൊടുക്കുന്നവർക്ക് ചക്കും ചുക്കും തിരിച്ചറിഞ്ഞൂടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ പരിമിതപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, പൗലോസ് ലേഖനത്തിലെ ആ ഭാഗത്തിലേക്ക് വന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മൾ റോമർ 12 വായിച്ച ഒരു ഭാഗം ഒന്ന് പൂർത്തീകരിച്ചിട്ട് വിഷയത്തിലേക്ക് വരട്ടെ. റോമർ 12 നമ്മൾ വന്നത് എന്തായിരുന്നു? ശരീരം
അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അതിൻ്റെ അർത്ഥം വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമുള്ള പ്രവചനം. പ്രവചനം എന്തായിരുന്നു വിശ്വാസ പ്രമാണത്തിനൊത്തമുള്ളത്? പ്രവചനം ആശ്വാസത്തിനും പ്രവചനം എന്തൊക്കെയായിരുന്നു? 3 കാര്യങ്ങൾ. പ്രവചിക്കുന്നവനോ സ്വത്രം പ്രവചിക്കുന്നതിന് എന്ത് ചെയ്യുന്ന എഴുതിയേക്കുന്ന 3-ല്? പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിന് മനുഷ്യരോട് സംസാരിക്കുന്നു. ഇനി പ്രവൃത്തി 15:32 വായിച്ച എന്താ? യൂദയും ശിലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളൊക്കെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. അതാ പ്രവചന ശുശ്രൂഷ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ന്യായപ്രമാണ കാലത്ത് പ്രവചന പുസ്തകങ്ങളൊക്കെ കെട്ടുകണക്കിന് ലോറിയിൽ കയറ്റാൻ പറ്റുന്ന പോലുള്ള ചുരുളുകളായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ ഒരു കൈ തന്നിട്ടുണ്ട് പ്രമാണം മുഴുവൻ. ന്യായപ്രമാണവും പുതിയ നിയമപ്രമാണവും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 9 യുഗങ്ങളിൽ ഉള്ള വ്യവസ്ഥകൾ, രീതികളെല്ലാം നമ്മൾ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഓരോ യുഗങ്ങളിലുള്ള പ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ ഈ പുസ്തകത്തിലൂടെ മനോഹരമായി നമുക്ക് പഠിച്ചെടുക്കാം. ആരും അതിന് ശ്രമിക്കുന്നില്ല. യുഗങ്ങളെക്കുറിച്ചുള്ള പഠനം വേദപുസ്തകത്തിലുണ്ട്. ആ യുഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. ഓരോ യുഗങ്ങളിലും ഓരോരോ പ്രമാണമാണ് ദൈവം കൊടുത്തത്. നിഷ്പാപയുഗത്തിലെ വ്യവസ്ഥയല്ല പാപം ചെയ്തപ്പോൾ ഉള്ള പ്രമാണം. അതിന് വ്യത്യാസം വന്നു. ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും മനസ്സിലാകാത്ത പരുവത്തിലായി കിടക്കുക വിശ്വാസികൾ. ഒരു വക മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് വിശ്വാസികൾ കിടക്കുക. കാരണം പാസ്റ്റർമാരങ്ങനെ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഞാനത് ചില സമയങ്ങളിലൊക്കെ എടുത്ത് പറയാറുണ്ട്. ആത്മനിയോഗം കിട്ടുമ്പോൾ ഞാനതൊക്കെ പറയാറുണ്ട്. എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ നമ്മളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് ആ കാര്യം വേണമെങ്കിൽ ഒന്ന് തൊട്ടുപോകാനായിട്ട് കർത്താവിൽ എനിക്ക് ഹേമമുണ്ട്. നിഷ്പാപയുഗം, ആദാമ്യ വീഴ്ച മുതൽ ഹല്ലേലൂയ ജലപ്രളയം വരെ. മനസാക്ഷി യുഗം, മനസാക്ഷി യുഗം 2. മാനുഷിക ഭരണയുഗം, ആദാം മുതൽ ജലപ്രളയം വരെ മനസാക്ഷി യുഗം. മാനുഷിക ഭരണയുഗം, ജലപ്രളയം മുതൽ പെട്ടകത്തിൽ നോക കയറിയത് വരെ. വാഗ്ദത്ത യുഗം, അബ്രഹാമിന്റെ വിളി മുതൽ ന്യായപ്രമാണം വരെ. ന്യായപ്രമാണം യുഗം, ന്യായപ്രമാണം ലഭിച്ചത് മുതൽ ക്രിസ്തു വരെ. കൃപായുഗം, സ്തോത്രം, കർത്താവിന്റെ കാലം മുതൽ മേഘപ്രത്യക്ഷത വരെ. മഹോദരയുഗം, 7 വർഷത്തെ മഹോദര കാലഘട്ടം, മഹോദരയുഗം. അത് കഴിഞ്ഞ് സഹസ്രാബ്ദ യുഗം, 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞ് നിത്യയുഗം, പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ച. ഈ ഓരോ യുഗത്തിലും ഓരോ വ്യവസ്ഥിതിയാണ് ദൈവം സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നത്. പാപം ചെയ്യുന്നവരെയുള്ള ആ യുഗത്തിലുള്ള ഇടപെടലല്ല പാപം ചെയ്തതിനു ശേഷം. പിന്നെ യാഗങ്ങൾ വന്നു, പുരോഹിതൻ വന്നു. അങ്ങനെ ഓരോ യുഗങ്ങളിലേക്കും അതിൻ്റെതായ വ്യവസ്ഥിതികളുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചെടുക്കണം. പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഇനി അറ്റ്ലീസ്റ്റ് കൃപായുഗത്തിലെ പ്രമാണം എടുക്കാം. യേശുക്രിസ്തു വന്ന മുതൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ. കൃപായുഗത്തിലെ പ്രമാണം ഏതാ? കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച പ്രമാണം. യോഹന്നാൻ 17 കർത്താവെ നീ എനിക്ക് തന്ന പ്രമാണം ഞാൻ അവർക്ക് കൊടുത്തു. അല്ല, പിതാവെ നീ എനിക്ക് തന്ന പ്രമാണം ഞാൻ അവർക്ക് കൊടുത്തു. നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന വെച്ച് വരുന്ന ഒരു വ്യവസ്ഥിതിയാണ് പുതിയ നിയമസഭയ്ക്ക്. അത് ഇന്ന് കാലഹരണപ്പെട്ടു പോയി. അതിനെ തേച്ചു മാച്ചുകൾ, അതിനെ കുടിച്ചു മൂടി. എൻ്റെ കൂടെ നടന്ന കുറേ സഹോദരന്മാരോട് ഈ ഇടയ്ക്ക് ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ പ്രമാണം കുടിച്ചു മൂടിയവരല്ലേ, പിന്നെ നിങ്ങൾ എന്ത് പറയാനാ? ഒരു സഹോദരൻ എന്നോട് ചോദിക്കുക, വിളിയൊന്നും ഇല്ലല്ലോ, എന്ത് വിളിക്കാനാ? എന്ത് വിളിക്കാനാ? ഈ പ്രമാണം കിട്ടിയത് മുഴുവൻ കുടിച്ചു മൂടിയില്ലേ, പിന്നെ ഞാൻ എന്ത് വിളിക്കാനാ? ഞാൻ വിളിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാവും. അപ്പോൾ പുള്ളി ഉടനെ കട്ട് ചെയ്തു ഫോൺ. നമുക്ക് ഈ പ്രമാണം ലഭിച്ചാൽ ആ പ്രമാണം അനുസരിച്ച് ജീവിച്ച് അവസാന ശ്വാസം പോകുന്നവരെയും ഈ പ്രമാണത്തിൽ, ഈ വ്യവസ്ഥയിൽ നിൽക്കണം. പുതിയ ഉപദേശത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കണം. എന്നാലേ നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. മരിച്ചു കഴിയുമ്പോൾ പാട്ടുപാടി കുടിച്ചിടുന്ന രീതിയൊക്കെ ഇന്ന് കണ്ടുവരുന്നത് അതൊന്നും ആത്മീകമല്ല. അത് ലോകത്തിന്റെ ഒരു സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ മാറി. ഇന്നത്തെ ആത്മീയരുടെ ഇടയിലുള്ള ലൈഫ് സ്റ്റൈൽ മാറി.
ഏത് നിലയിലും ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു അടക്കം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിന് ഹോളൊക്കെ എടുത്ത് പൂക്കളൊക്കെ വെച്ച് 4 പേരെ അറിയിച്ച് ലോകം മുഴുവൻ കേൾപ്പിച്ച് ലൈവായിട്ട് വിട്ട് യൂട്യൂബിൽ തിരികെ കയറ്റി എന്തൊക്കെ ചെയ്യുന്നേ. ഇതൊന്നും ആത്മീകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ളതുപോലെ പറയുക. മറ്റുള്ളവർ ഷോ കാണിക്കാൻ നല്ലതാ. ആത്മാവ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ വാവിളി ചെയ്യിക്കും. ഞാൻ പേടിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കിടന്ന് ചുമ്മാ കുറെ പറഞ്ഞു കൂട്ടിയിട്ട് എൻ്റെ അടക്കാൻ നേരത്ത് നന്നായിട്ട് അടക്കണമെന്ന് പറഞ്ഞു വെക്കുന്നതിലൊന്നും അർത്ഥമില്ല. ഇതൊക്കെ കണ്ട് മനസ്സ് മടുത്തിരിക്കുക. സ്വത്രം. മരിച്ചു കഴിഞ്ഞാൽ ഒരു തുണി ചുറ്റി കൊണ്ടുവന്ന് കുടിച്ചിട്ടേക്കണം. ഒരു പാട്ടും വേണ്ട, ഒരു പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ആരാണ്ട് ചോദിച്ചു, അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? പൗലോസിനെ ആരടക്കി? പത്രോസിനെ ആരടക്കി? യോഹന്നാനെ ആരടക്കി? ചീഞ്ഞ നാറാൻ നേരത്ത് വല്ലയിടത്തും കുഴി വെട്ടി മൂടിയിട്ടുണ്ടാവും വല്ലവരും. ധനവാൻ കൊടുക്കുന്ന പോലെ അടക്കം കൊടുത്തോ ആരെങ്കിലും? ധനവാനെ അടക്കി എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ ഊട്ടുക്ക എവിടെയായിരുന്നു? പോയില്ലേ? വെള്ളം കിട്ടാതെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയല്ലേ? വലിയ വലിയ ലീഡേഴ്സൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഓർമ്മ ദിനം അങ്ങനെയൊക്കെ പറഞ്ഞു പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ച് അനുശോചനം പിന്നെ ഓർമ്മ ദിനം എന്തൊക്കെയാ പറയുന്നേ? ആള് നരകത്തിൽ കിടന്ന് പുഴുവരിക്കുക. ഇവിടെ അവരെ ഓർത്ത് പ്രശംസ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന ആൾ ജീവിച്ചിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ, VS മരിച്ചപ്പോൾ മരിക്കുന്നില്ല ഞങ്ങളുടെ നേതാവ് മരിക്കുന്നില്ല, കോടിയേരി മരിച്ചപ്പോൾ മരിക്കുന്നില്ല ഞങ്ങളുടെ നേതാവ് മരിച്ചു. ഇതെല്ലാം ചാവുമ്പോൾ ഈ പാടിക്കൊണ്ടിരിക്കും. എവരും അവിടെ കിടന്ന് പുഴുവരിക്കുന്നതൊന്നും ഇവർക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് എങ്ങനെയോ ആകട്ടെ, അടക്കി എങ്ങനെയോ ആകട്ടെ, നമ്മുടെ ജീവിതം പ്രമാണമനുസരിച്ചുള്ള ജീവിതത്തിന് നമ്മൾ വില കൊടുക്കുക. അതേ ഞാൻ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കൊലോസ്യ ലേഖനത്തിലെ വിഷയം വായിച്ചിട്ട് ഞാൻ നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് ധരിപ്പിക്കാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പ് ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനെ. നമ്മൾ എങ്ങനെയായിരിക്കണം? കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയായിരിക്കണം? വിശുദ്ധന്മാരും നിഷ്കളങ്കന്മാരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സർവ്വസൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, പൗലോസ് കൊലോസ്യരോട് പറയുക, ഞാനിപ്പോൾ പറയാം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപാകെ നിലനിൽക്കും. വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിലോ? 2 തീമോഥെയോസ് 2:8-9-10 വായിച്ചാട്ടെ. ഹലോ, 2 തീമോഥെയോസ് 2:8-9-10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിലെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപാകെ നിൽക്കും. കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ മുൻപാകെ നിലനിൽക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. സ്തോത്രം. 1 തീമോഥെയോസ് ലേഖനത്തിൽ നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് കാണുന്നു. 1 തീമോഥെയോസ് 6:12 നിത്യജീവനെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. ആ പ്രമാണത്തെ മുറുകെ പിടിച്ചാൽ കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ചുമ്മാ കിടന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് വെറുതെ കുറെ ബഹളം ഉണ്ടാക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല. പ്രിയമുള്ളവരെ, ഭജനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ കാൽവ്യവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കണം. അതാ ഇവിടെ പറയുന്നില്ല, വേറൊരു രീതിയിൽ പറയുക, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകിപ്പോകാതെ അടിസ്ഥാനമുള്ളവരായി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തവൻ പാറമേൽ
വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീണില്ല. കാരണം എന്താ? അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു. കർത്താവ് പറഞ്ഞ ഉപദേശ സത്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ച ഭക്തന്മാർക്ക് ഈ ലോകത്തിൻ്റെ കാറ്റും കോളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും വരുമ്പോൾ അവരിളകിപ്പോകയില്ല. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇളകിപ്പോകും. ആത്മാവെന്ന നങ്കൂരമെന്ന് സ്തോത്രം എബ്രായത്തിൽ പഠിപ്പിക്കുന്നു. അപ്രത്യാശ നങ്കൂരമാണ്. എന്തെല്ലാം പ്രശ്നം വന്നാലും കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിച്ചാൽ, നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപാകെ നിൽക്കാൻ കഴിയും. പ്രമാണം വിട്ടുപോയാൽ നിൽക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ കൂടെ നടന്ന പല സഹോദരന്മാരും പ്രമാണം കുഴിച്ചു മൂടി. എന്നിട്ട് അവർ ചോദിക്കുക, എന്നെ വിളിക്കുന്നില്ലേ? ഞാൻ പറയും, എന്ത് വിളിക്കാനാ? കിട്ടിയ പ്രമാണം കൊണ്ടൊന്ന് കുഴിച്ചു മൂടി, അച്ഛയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കുഴിച്ചു മൂടി. പിന്നെ ഞാനെന്ത് വിളിക്കാനാ? അല്ല പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാണ്. കഷ്ടതയോ ബുദ്ധിമുട്ടോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ യാതൊന്നിനും ആർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതാ പൗലോസിൻ്റെ തീരുമാനം. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 1-2 പ്രാവശ്യം വെച്ച് കേൾക്കണം. കേട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണം. കർത്താവിൻ്റെ വരവായി ലോക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു. ഇനി ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം എത്ര നാളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വാരിക്കോരി വെച്ചിരിക്കുന്ന ഈ രാസായുധങ്ങളെല്ലാം കൂടി ഒന്നിച്ചെടുത്ത് പ്രയോഗിച്ചാൽ ഈ ഭൂമി, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്രോസ് എഴുതിയതുപോലെ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വചനം നിവൃത്തിയാവും. കർത്താവിൽ പ്രത്യാശയുള്ളവർ ആ ശുഭ തുറമുഖത്തേക്ക് പറന്നു പോകും. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഉണ്ടാകണമെന്നുള്ള വലിയ ആഗ്രഹവും താല്പര്യവും എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വളരെ സ്തോത്രം ശ്രദ്ധയോടെ ഈ വചനങ്ങളൊക്കെ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ വചനങ്ങൾ കേൾക്കുക, തന്നെയും പിന്നെയും വെച്ച് കേൾക്കുക, കേട്ട് മനസ്സിലാക്കി അരുമനാഥൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.